ഹലോ, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മോഷൻ, അതിലത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ അധികം ഞാനൊന്നും പറയണ്ടേ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? നമുക്ക് തന്നിരിക്കണേൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമുക്ക് എത്ര സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്? രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് നോക്കാം. ഡിസ്റ്റൻസ് ഇസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ മാംഗോ. ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ മാംഗോ. ഓക്കെ, ഒരു മാങ്ങയുടെ ഫാളിംഗ് ഫ്രം എ മാംഗോ ട്രീ ആർ ദ സെയിം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ആരുടെ? ഒരു മാങ്ങ മരത്തുമെന്ന് എന്ത് ചെയ്യാണ്? മാങ്ങ താഴത്തോട്ട് വീഴുകയാണ്. അപ്പോൾ അവരുടെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും സെയിം ആണെന്നാണ് പറയുന്നത്. സെയിം ആണോ? അത് ശരിയാണോ? ഓക്കെ, അത് ശരിയാണോ അല്ലേ? നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് പറയാം. എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്? ഒബ്ജക്ട്സ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് വിൽ ഹാവ് യൂണിഫോം വെലോസിറ്റി ടു. എന്ന് വെച്ചാൽ എന്താ? യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യണ ഒബ്ജക്റ്റുകൾക്കൊക്കെ യൂണിഫോം വെലോസിറ്റിയും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഉണ്ടാവോ? ഒന്ന് ആലോചിച്ച് നോക്കി, ഉണ്ടാവോ? അപ്പൊ സ്പീഡും വെലോസിറ്റിയും നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് ആദ്യം നോക്കണം. എന്താണ് സ്പീഡും വെലോസിറ്റി ഡിഫറൻസ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോ യൂണിഫോം സ്പീഡിലാണെന്നുണ്ടെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി ആവോ? ഓക്കെ, അത് യൂണിഫോം സ്പീഡിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആവോ? ഇല്ല അല്ലേ? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എപ്പോഴും ഈക്വൽ ആവണമെന്നുണ്ടാ? ഇല്ല, എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇനി മറ്റേ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. ആരുടെ? മാങ്ങ മരത്തുമ്പോൾ വീണ മാങ്ങടെ. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എപ്പോഴാണ് ഈക്വൽ ആവുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഡിസ്റ്റൻസ് നേരെ ആവണം, അതുപോലെ തന്നെ എന്തായിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് ഉള്ള അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം എന്താവേണ്ടത്? ഡിസ്റ്റൻസ് ആവേണ്ടത്. അപ്പൊ ഈ മാങ്ങ മരത്തുനിന്ന് മാങ്ങ വീകുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് നേരെയല്ലേ? നേരെയാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ? ഓക്കെ, ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. മാങ്ങ മരത്തുമ്പോൾ എന്ത് ചെയ്യണ്? മാങ്ങ താഴത്തോട്ട് വീകണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 5 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഡിസ്റ്റൻസും 5 മീറ്റർ ആണ്. അപ്പൊ രണ്ടുപേരും എന്തായി? ഈക്വൽ ആയി. ഓക്കെ, ഇനി ഇവിടുത്തെ ഡയറക്ഷൻ ഒന്ന് നോക്കിയേ. മാങ്ങ താഴത്തോട്ടല്ലേ വീകണേ? ഡിസ്പ്ലേസ്മെന്റ് അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ ഡിസ്റ്റൻസും വരാം. ഓക്കെ, അതിൽ വലിയ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി ഓഫ് എ കാർ സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് റീച്ചസ് 24 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്. എന്ന് വെച്ചാൽ എന്താ? വെലോസിറ്റി ഓഫ് എ കാർ, ഒരു കാറിന്റെ വെലോസിറ്റി സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്. അതെന്താണ്? റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ? ഒരു സാധനം നിർത്തിയിട്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ പ്രത്യേകത എന്താ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, റെസ്റ്റിൽ നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്താലും അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ റെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ആലോചിക്കണം? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, റീച്ചസ് 24 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് റീച്ചസ് 24 മീറ്റർ പെർ സെക്കൻഡ്. അതെന്ന് പറയുമ്പോൾ എന്താ? അപ്പൊ എന്താ? ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 24 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ആദ്യം എഴുതി വെക്കാം കേട്ടോ. അപ്പൊ യു കിട്ടി, ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി. എത്രയാണ്? 0. റെസ്റ്റിലായോണ്ട് അത് കിട്ടി. ഇനി വി തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി 24 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടൈമും തന്നിട്ടുണ്ട്. എന്ത്? 4 സെക്കൻഡ് ആണ് ഇതിനെടുത്തത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് എ കാർ? ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച സാധനം തന്നെ അവർ അവിടെ ചോദിച്ചത് എന്തിട്ടാർന്ന്? ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും എഴുതാൻ. ഇനീഷ്യൽ വെലോസിറ്റി എന്താർന്ന്? 0. ഫൈനൽ വെലോസിറ്റിയോ 24 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് ചെയ്താൽ മറക്ക് ചെയ്തിട്ടാ. ഓക്കെ, ഇനി അടുത്തത് കാൽക്കുലേറ്റ് ഇറ്റ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണേ. ഓക്കെ, നമുക്ക് ചെയ്യാലാ. നമുക്ക് ആക്സിലറേഷൻ ഇക്വേഷൻ അറിയാം. എന്താണ് ആക്സിലറേഷൻ ഇക്വേഷൻ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v മൈനസ് u ബൈ ടി. എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണ്. അത് ഓക്കെ അല്ലേ? അപ്പൊ
നമുക്ക് ഇതിന്റെ ഒക്കെ വാല്യൂ എവിടെ അറിയാം? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ടൊന്ന് അതിൽ കൊടുത്താൽ മതി. അപ്പോൾ വി എത്രയാ? വി 24 മൈനസ് യു 0 ബൈ എത്ര വരും? ടി എത്രയാ? ടി 4 ആണ്. ഓക്കെ, അപ്പോ ഈ -0 എന്നുള്ള എനിക്ക് ആവശ്യമുണ്ടോ? ഇല്ല, -0 ആയതുകൊണ്ട് ഞാൻ കളയണം. അപ്പൊ 24 ബൈ എത്ര വരും? 4 വരും. ഓക്കെ, 24 4 പ്രാവശ്യം പോകും മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 6. അപ്പൊ ആക്സിലറേഷൻ എത്രയാ? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതുപോലെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? യൂണിറ്റ് ചെയ്താൽ മറക്കരുത്. ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ചെയ്താൽ മറന്നു കഴിഞ്ഞാൽ എന്തായാലും മാർക്ക് കിട്ടില്ല കേട്ടോ. ഓക്കെ, പകുതി മാർക്ക് അവിടെ കുറക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടേബുലേറ്റ് ദ ഫോളോയിങ് മോഷൻസ് ഇൻ ടു ദോസ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആൻഡ് ദോസ് വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി. എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കുറച്ച് മോഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ. അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ടേബിൾ ആക്കി തിരിക്കണം. എന്തിന്റെ ടേബിളാ? യൂണിഫോം വെലോസിറ്റിയുടെയും നോൺ യൂണിഫോം വെലോസിറ്റിയുടെയും ടേബിളായിട്ട് നമ്മൾ തിരിക്കണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന മോഷൻസ് യൂണിഫോം വെലോസിറ്റിയുടെയും നോൺ യൂണിഫോം വെലോസിറ്റിയുടെയും ടേബിളായിട്ട് തിരിക്കാൻ പോകണ്ട നമ്മൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ മോഷൻ എന്താ? എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്പ്. എന്ന് വെച്ചാൽ എന്താ? ഒരു കല്ല് എന്ത് ചെയ്യണം? നമ്മ എറിയാണ്, മേലോട്ട് വെർട്ടിക്കലി എറിയണം. ഓക്കെ, ഫസ്റ്റ് മോഷൻ കിട്ടി. അപ്പൊ ഇനി രണ്ടാമത്തെ മോഷൻ എന്താ? ലൈറ്റ് ട്രാവൽസ് ത്രൂ വേക്കം. ഓക്കെ, വേക്കത്തിലൂടെ എന്ത് ചെയ്യാണ്? നമ്മുടെ ലൈറ്റ് കടന്നു പോവാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ എ ബോൾ റോൾഡ് അപ്പോൺ എ ഫ്ലോർ. ഓക്കെ, എ ബോൾ റോൾഡ് അപ്പോൺ എ ഫ്ലോർ എന്ന് വെച്ചാൽ എന്താ? ഒരു ബോള് അതെന്ത് ചെയ്യണം? നമ്മ ഉരുട്ടിയിടേന്ന് വിചാരിക്കാം. ഫ്ലോറിലൂടെ ഉരുട്ടിയിടയാണ്. അപ്പൊ മൂന്നാമത്തെ മോഷനും കിട്ടി. നാലാമത്തെ നമ്മുടെ ലാസ്റ്റ് മോഷനാണ് മോഷൻ ഓഫ് എ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. നമ്മുടെ ക്ലോക്കിന്റെ മിനിറ്റ് സൂചി ഇല്ലേ? ആ മിനിറ്റ് സൂചിയുടെ മോഷനാണ് നമുക്ക് നാലാമത്തെ തന്നേക്കണേ. ഓക്കെ, ഇതിൽ ആരൊക്കെയാണ് യൂണിഫോം വെലോസിറ്റിയും ആരൊക്കെയാണ് നോൺ യൂണിഫോം വെലോസിറ്റി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണ് യൂണിഫോം നോൺ യൂണിഫോം എന്ന്. ഫസ്റ്റ് നോക്കാം. എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യൂണിഫോം വെലോസിറ്റിക്ക് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ. വേണമെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇനീഷ്യൽ പൊസിഷൻ തൊട്ട് ഫൈനൽ പൊസിഷൻ വരെ ഒരു വ്യത്യാസവും ഇല്ലാത്ത വെലോസിറ്റി ആയിരിക്കും. മീൻസ് വെലോസിറ്റിക്ക് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ യൂണിഫോം വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ തൊട്ട് ഫൈനൽ പൊസിഷൻ വരെ ഒരു വെലോസിറ്റിക്ക് വ്യത്യാസവും ഇല്ലാന്നുണ്ടെങ്കിൽ അതാണ് യൂണിഫോം വെലോസിറ്റി. ഇനി പകുതി വെച്ച് എവിടെയെങ്കിലും വെലോസിറ്റിക്ക് ചേഞ്ച് വരാണെങ്കിലോ അതാണ് നോൺ യൂണിഫോം വെലോസിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ഇനി നോക്കിയാലോ. എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്പ്. അങ്ങനെ കല്ലെടുത്ത് എന്ത് ചെയ്യാണ്? മേലോട്ട് എറിയാണ്. മേലോട്ട് പോകുമ്പോൾ തന്നെ എന്താണ്? കുറച്ച് പോകുമ്പോൾ അത് അവിടെ നിൽക്കും അല്ലേ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്ത്? കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണത്? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. ഓക്കെ, നോൺ യൂണിഫോം വെലോസിറ്റി ഞാൻ ഇൻറ്റു ആണ് കാണിക്കുന്നത്. യൂണിഫോം വെലോസിറ്റി ടിക്കൂട്ടാ. ഓക്കെ, ലൈറ്റ് ട്രാവൽ ത്രൂ വേക്കം. വേക്കത്തിലൂടെ എന്താ ചെയ്യണേ? ലൈറ്റ് ട്രാവൽ ചെയ്യണം. ലൈറ്റിന്റെ സ്പീഡ് എപ്പോഴെങ്കിലും മാറുമോ മക്കളെ? കുറയോ? ഇല്ല. ലൈറ്റ് നമ്മൾ ടോർച്ച് അടിച്ചാൽ നമുക്ക് അറിയാം ലൈറ്റിന്റെ സ്പീഡ് എപ്പോഴെങ്കിലും മാറുന്നുണ്ടോ? ഇല്ല. വേക്കത്തിലൂടെ പോകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യണില്ല? ലൈറ്റിന്റെ സ്പീഡ് മാറൂല. ഇനി അത് മീഡിയം മാറുന്നതനുസരിച്ച് മാറും. ഓക്കെ, ഇപ്പൊ വേക്കം മാറി വാട്ടറിലോട്ടൊക്കെ ഇതാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം വരും. വലിയ വ്യത്യാസം വരില്ലെങ്കിലും കുറച്ച് വ്യത്യാസമൊക്കെ വരും. പക്ഷെ ഇവിടെ മീഡിയം വേക്കം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വേക്കത്തിൽ മാത്രം എന്ത് ചെയ്യില്ല? ലൈറ്റിന്റെ സ്പീഡ് ചേഞ്ച് ആവില്ല. അപ്പൊ ഇവിടെ എന്താ? യൂണിഫോം വെലോസിറ്റി ആണ്. ഇനി അടുത്തത് എ ബോൾ റോൾഡ് അപ്പോൺ എ ഫ്ലോർ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മ എന്താണ്? ഫുട്ബോളൊക്കെ കളിക്കാൻ പോണവരാണ്. അപ്പൊ ഒരു ബോൾ തട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്താണ്? നിൽക്കും. അതെന്താ? അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. ബോൾ കുറച്ച് കഴിയുമ്പോൾ നിൽക്കൂലേടാ. അപ്പൊ അതെന്താ? എന്തായാലും ബോൾ നിൽക്കും. അപ്പൊ ബോളിന്റെ മോഷൻ എന്താണ് അവിടെ? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. ഓക്കെ, കൊടുത്തപ്പോഴും അവസാനപ്പോഴും ഒരേ വെലോസിറ്റി ആണോ? അല്ലല്ല. ഒരേ വെലോസിറ്റി ആണെങ്കിൽ മാത്രം നമ്മൾ എന്നറിയുള്ളൂ യൂണിഫോം വെലോസിറ്റി. ഒരേ വെലോസിറ്റി അല്ലായിരുന്നല്ല. ഓക്കെ, ഇനി ലാസ്റ്റ് മോഷൻ ഓഫ് എ മിനിറ്റ് ആൻഡ് ഓഫ് എ ക്ലോക്ക്. എന്ന് വെച്ചാൽ മിനിറ്റ് സൂചി അതിന്റെ മോഷൻ എപ്പോഴെങ്കിലും നിൽക്കുന്നുണ്ടോ? ബാറ്ററി തീരുമ്പോൾ നിൽക്കണമല്ലാട്ട മക്കളെ. അല്ലാണ്ട് എപ്പോഴെങ്കിലും നിൽക്കുന്നുണ്ടോ അതിന്റെ? ഇല്ല. ഒരേ ഒരു സ്പീഡിൽ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ഒരേ ഒരു വെലോസിറ്റി തന്നെയാണ് അത് പോണേ. ഓക്കെ, അപ്പൊ അതെന്താ? യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എക്സാമിൻ ദ ഫിഗർ ഗിവൺ ബിലോ. ഓക്കെ, അടി തന്നിരിക്കണ എന്താണ്? ഫിഗർ നോക്കാൻ പറഞ്ഞേക്കണേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ്? എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് റീച്ചസ് ഡി. ഒരാൾ എന്താണ്? എയിൽ നിന്ന് തുടങ്ങിയിട്ട് ഡിയിൽ അവസാനിച്ചു എന്നാണ് പറയണേ. ഓക്കെ,
ത്രൂ ദ പോയിന്റ്സ് ബി ആൻഡ് സി. ഓക്കെ, എയിൽ നിന്ന് തുടങ്ങി ബിയിലൂടെയും സിയിലൂടെയും സഞ്ചരിച്ച് എവിടെ എത്തി? ഡിയിലെത്തി. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കേണ്ട തിയറി. ഇനി അതിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽ ഫ്രം എ ടു ഡി. ഓക്കെ, എ ടു ഡി വരെ സഞ്ചരിച്ച് അതിലെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, കണ്ടുപിടിക്കാല, സിമ്പിൾ ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ എന്തോരം ദൂരം സഞ്ചരിച്ചു. ഓക്കെ, ഇയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വരെ എന്തോരം ദൂരം അയാൾ സഞ്ചരിച്ചു എന്നുള്ളതാണ് എന്ത്? ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഇയാൾ നിൽക്കണതും ഇയാൾ തുടങ്ങിയതും അവസാനിച്ചതും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. ഇത് രണ്ടും മാത്രം ആലോചിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഡിസ്റ്റൻസ് എത്രയാണെന്നാ കണ്ടുപിടിക്കാൻ പോണേ ആദ്യം. ഓക്കെ, അയാൾ എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലോട്ട് എത്തി, സിയിൽ നിന്ന് ഡിയിലോട്ട് എത്തി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രാവൽ ചെയ്ത് ടോട്ടൽ ഇതാക്കിയാൽ പോരെ. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? കിലോമീറ്റർ ആണ്. തന്നിരിക്കുന്ന യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ ആണ്. ഓക്കെ, നമ്മ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ കിലോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്താക്കണം? ഡിസ്റ്റൻസിന്റെ യൂണിറ്റിലോട്ട് ആക്കണം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇത് കിലോമീറ്ററിലോട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാം. അല്ലെങ്കിൽ ആൻസർ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം? കിലോമീറ്റർ എന്താക്കണം? മീറ്റർ ആക്കണം. ഓക്കെ, ആദ്യം ചെയ്യണതാണ് നല്ലത്. പക്ഷെ ഇപ്പൊ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണ്? അവസാനം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് എത്തുമ്പോൾ ഇയാൾ എത്ര സഞ്ചരിച്ച്? 4 കിലോമീറ്റർ സഞ്ചരിച്ച്. ഓക്കെ, ബിയിൽ നിന്ന് സിയിലോട്ട് എത്തുമ്പോഴോ 3. ഓക്കെ, സിയിൽ നിന്ന് ഡിയിലോട്ട് എത്തുമ്പോൾ എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പൊ ഇയാൾ എത്ര കിലോമീറ്റർ ടോട്ടൽ സഞ്ചരിച്ച്? 4 + 3 7, 7 + 4 11 കിലോമീറ്റർ. ഓക്കെ, എത്രയാണ്? 11 കിലോമീറ്റർ. 1 കിലോമീറ്റർ എത്ര മീറ്ററാ? 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. ഓക്കെ, 1 കിലോമീറ്റർ എത്ര മീറ്ററാ? 1000 മീറ്റർ. അപ്പൊ 11 കിലോമീറ്ററോ? 11,000 മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ യൂണിറ്റ് നമ്മൾ നോക്കണം കേട്ടോ. യൂണിറ്റ് എന്തായാലും നോക്കണം. യൂണിറ്റ് മാറി എഴുതി കഴിഞ്ഞാൽ എന്താണ്? എക്സാമിന് മാർക്ക് തരൂല. ഓക്കെ, മാർക്ക് തന്നാലും പകുതി മാർക്കേ തരുള്ളൂ ടീച്ചർ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ്. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് ആരാണ്? ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇയാൾ എയിൽ നിന്ന് തുടങ്ങി ഡിയിലെത്തി. ഇവർ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഇവർ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താ? ഒന്ന് പറഞ്ഞേ. ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ പോരെ? ഇത്രയും കറങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അയാൾക്ക് ശരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? ഇതാണ്. അത് എത്ര കിലോമീറ്റർ തന്നേക്കണേ? 3 കിലോമീറ്റർ ആണ് തന്നേക്കണേ. ശ്രദ്ധിക്കണം, എത്രയാണ്? 3 കിലോമീറ്റർ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താ? മീറ്റർ ആണ് അല്ലേ? ഡിസ്റ്റൻസിന്റെ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ 3 കിലോമീറ്റർ മീറ്റർ ആക്കുമ്പോൾ എന്താവും? 3000 മീറ്റർ ആവും. എത്രയാവും? 3000 മീറ്റർ. അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 11,000 മീറ്റർ കിട്ടി. ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി? 3000 മീറ്റർ കിട്ടി. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. Among quantities, distance and displacement, identify the vector quantity. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇല്ലേ? അതിൽ ആരാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചേക്കണേ. ആരാണ് വെക്ടർ ക്വാണ്ടിറ്റി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡയറക്ഷൻ അതുപോലെ തന്നെ അളവും ഉള്ള ആളാണ് എന്ത്? വെക്ടർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ആളാണ് എന്ത്? വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ആളാരാണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? വെക്ടർ ക്വാണ്ടിറ്റി. ഇനി ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റിക്കും വെക്ടർ ക്വാണ്ടിറ്റിക്കും ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് തന്നെ എന്താക്കി എഴുതാം? എക്സാമ്പിൾ ആക്കി എഴുതാം. പക്ഷെ അത് എഴുതണോ? വേണ്ട, അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. നമുക്ക് വേറെ എക്സാമ്പിൾ എഴുതാം. ഓക്കെ, സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ എഴുതണം. എന്ത്? ടൈം. ഓക്കെ, ടൈമിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഡയറക്ഷൻ ഉണ്ടാ? ഇല്ല. വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഒരു എക്സാമ്പിൾ ഏതാണ്? എന്ത്? എന്താണ് ഏതാ? ഫോഴ്സ്. ഓക്കെ, ഫോഴ്സിന് എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായെന്ന്? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ ഒരു ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, നേരെ ഒരു ഫോഴ്സ് കൊടുത്താൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചോദിക്കാൻ പറ്റും? എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തതെന്ന് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ
എത്ര അളവിൽ ഫോഴ്സ് കൊടുത്തെന്ന് ചോദിക്കാൻ പറ്റും. ഇതിന് രണ്ടിനും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നമുക്ക് മാക്സിമം പറയാൻ പറ്റും. ഓക്കെ, എത്ര ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തെന്ന് പറയാൻ പറ്റും, എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തതെന്ന് പറയാൻ പറ്റും. ഇനി ടൈമിന്റെ കാര്യത്തിൽ നോക്കിയേ, സ്കേലാർ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ നോക്കിയേ, അളവ് മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര മണിയായെന്നേ ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എങ്ങോട്ടാണ് എത്ര മണിന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് എന്ത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ അളവ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ് ആണ് എന്ത് ടൈം, ഡിസ്റ്റൻസ് ഒക്കെ. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റീസ് ആരൊക്കെയാ? ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ്, എക്സെട്ര. ഓക്കെ, അടുത്ത നമുക്കൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ആ ക്വസ്റ്റ്യൻ? എക്സാമിൻ ദ ഫിഗർ ഗിവൺ ബിലോ എന്നാണ് ട്ടോ മക്കളെ. ഫിഗർ ഗിവൺ ബിലോ, എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് റീച്ചസ് ഡി. ഒരു മാൻ എന്ത് ചെയ്യാണ്? നടക്കലോ ഓടലോ എന്തോ സ്റ്റാർട്ട് ചെയ്യാണ്. എവിടെ നിന്ന്? സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് റീച്ചസ് ഡി. എയിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെയാണ് നിൽക്കണേ? ഡിയിൽ. ഓക്കെ, ത്രൂ ദ പോയിന്റ്സ് ബി ആൻഡ് സി. ഓക്കെ, എയിൽ നിന്ന് തുടങ്ങി ബിയിലൂടെയും സിയിലൂടെയും ആളെവിടെ എത്തി? ഡിയിലെത്തി എന്നാണ് പറയണേ. ഓക്കെ, ഇതാണ് അവർ നമുക്ക് തന്ന ഒരു കഥ. എയിൽ നിന്ന് തുടങ്ങിയ ആള് ബിയിലൂടെയും സിയിലൂടെയും സഞ്ചരിച്ച് ഡിയിലെത്തി, അത്രയേ ഉള്ളൂ. ഇനി നമ്മളടുത്ത് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്താന്ന് നോക്കാം. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം എ ടു ഡി. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും കാണാനാണ് പറഞ്ഞത്. എയിൽ നിന്ന് ഡിയിൽ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും. ഓക്കെ, നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ? സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് എത്താൻ എത്ര കിലോമീറ്റർ എടുത്ത്? 4 കിലോമീറ്റർ എടുത്തു. ബിയിൽ നിന്ന് സിയിലോട്ടോ 3, സിയിൽ നിന്ന് ഡിയിലോട്ട് 4. ഓക്കെ, നമുക്ക് എവിടെ നിന്ന് എവിടെ എത്തണ്ടേ? എയിൽ നിന്ന് ഡിയിലോട്ടാണ് എത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയല്ലേ വന്നത്? ഇയാൾ എയിൽ നിന്ന് ബിയിലോട്ട് പോയി, ബിയിൽ നിന്ന് സിയിലോട്ട് പോയി, സിയിൽ നിന്ന് ഡിയിലോട്ട് പോയി. അപ്പൊ ഇത് മൊത്തം നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ 4 + 3 എത്രയാടാ? 4 + 3 എത്രയാണ്? 7. 7 + 4 11 മീറ്റർ ആണ് ആളെന്ത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. ഓക്കെ അല്ലേ? അതൊക്കെയാണ്. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? എയിൽ നിന്ന് ഡിയിലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നറിയാം. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും, അതുപോലെ തന്നെ അതെന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എയിൽ നിന്ന് ഡിയിലോട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാ? ഇതല്ലേ, ഈ 3 കിലോമീറ്റർ അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 3. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് 3 ട്ടാ. യൂണിറ്റ് ചെയ്താൽ മറക്കരുത്, 3. ഇനി അടുത്ത നോക്കാം. എമംഗ് ക്വാണ്ടിറ്റീസ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഐഡന്റിഫൈ ദ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഏതാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വെക്ടർ ക്വാണ്ടിറ്റി? വെക്ടർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്താ? വെക്ടർ ക്വാണ്ടിറ്റിക്ക് എന്തൊക്കെ ഉണ്ടാവും? മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായ അളവ്. ഓക്കെ, കൃത്യമായ അളവും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ എന്താ പറയാ? വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ ഡയറക്ഷനും അളവും ഉള്ളതാരാ? ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഉണ്ടാ? ഇല്ല, അളവുണ്ടല്ലേ? ഡിസ്റ്റൻസ് ഡയറക്ഷൻ ഇല്ല, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള എന്തുണ്ട്? അളവുണ്ട്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷനും എന്തുകൊണ്ട്? അളവും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ വെക്ടർ ക്വാണ്ടിറ്റി ആരാ? ഡിസ്പ്ലേസ്മെന്റ് ട്ടാ. ഇവിടുത്തെ വെക്ടർ ക്വാണ്ടിറ്റി ആരാണ്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റി. നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ വെക്ടർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറെ എഴുതണം. ഓക്കെ, അപ്പൊ വേറെ വെക്ടർ ക്വാണ്ടിറ്റി ഏതാ? ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഫോഴ്സ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്താണ്? വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഫോഴ്സ് ട്ടാ. വെക്ടർ ക്വാണ്ടിറ്റിക്കാണ് വി കാണിക്കണേ. ഇനി എസ് സ്കേലാർ. ഒരു സ്കേലാർ ക്വാണ്ടിറ്റി പറഞ്ഞേ. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി? ഡിസ്റ്റൻസ് പറയണോ? സ്കേലാർ ക്വാണ്ടിറ്റിക്ക് ഡിസ്റ്റൻസ് പറയാം. ഇനി വേറൊരു സ്കേലാർ ക്വാണ്ടിറ്റി എന്താ? ടൈം. ഓക്കെ, ടൈമിന് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ മാത്രമല്ലേ ഉള്ളൂ, ഡയറക്ഷൻ ഉണ്ടാ? ഇല്ല. നമുക്ക് എത്ര മണിയായി എന്ന് ചോദിക്കാം, പക്ഷെ എങ്ങോട്ടാണ് എത്ര മണി എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ടൈമിന് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. പക്ഷെ ഫോഴ്സിന്റെ കാര്യമോ? ഫോഴ്സ് അങ്ങനെയാണോ? ഇല്ല. നമുക്ക് എത്ര ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തെന്ന് ചോദിക്കാം, അതുപോലെ തന്നെ എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തതെന്ന് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റിയും സ്കേലാർ ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് എന്തായാലും ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ?
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കണ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ 3ഉം വായിച്ചു നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ആക്സിലറേഷൻ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി എന്നാണ് പറയണേ. ആണോ? ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി അടുത്ത നോക്കാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് എന്ത്? ആക്സിലറേഷൻ എന്നാണ് പറയണേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താന്ന് പറഞ്ഞേ? ആക്സിലറേഷൻ. അപ്പൊ ഇനി യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും പറഞ്ഞു. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും കറക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആക്സിലറേഷൻ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ സ്കേലാർ ക്വാണ്ടിറ്റി ആണോ? ആണോ? അല്ല. ആക്സിലറേഷൻ എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വന്നേക്കണേ. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് ആണോ? അല്ല, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇതെന്താ? തെറ്റാണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. അത് ശരിയല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് എന്ത്? ആക്സിലറേഷൻ. വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് എന്ത് മക്കളെ? ആക്സിലറേഷൻ. അപ്പൊ ഇതാട്ടെ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് എ ബോഡി ഇൻ മോഷൻ, ഓക്കെ, ചലിക്കുന്ന ഒരു ബോഡി എന്ത് ചെയ്യാണ്? കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഓക്കെ, കവർ ചെയ്യാണ്. ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ബോഡി ഈസ് സെഡ് ടു ബി ഹാവ് യൂണിഫോം സ്പീഡ് ഓർ നോൺ യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡിലാണോ നോൺ യൂണിഫോം സ്പീഡിലാണോ എന്ന് ചോദിക്കണേ. ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെങ്കിൽ യൂണിഫോം സ്പീഡാണോ നോൺ യൂണിഫോം സ്പീഡാണോ എന്ന്. അപ്പൊ ഇതിന്റെ ഉത്തരം യൂണിഫോം സ്പീഡാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഡൗട്ടൊക്കെ ഉണ്ടാവും. എന്താണ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം? ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. 10 സെക്കൻഡിന്റെ ഒരു ഇന്റർവെൽ കേട്ടോ. 10 സെക്കൻഡിന്റെ ഒരു ഇന്റർവെല്, അതുപോലെ തന്നെ 15 സെക്കൻഡിന്റെ ഒരു ഇന്റർവെല്, അതുപോലെ തന്നെ 20 സെക്കൻഡിന്റെ ഒരു ഇന്റർവെല്, 10 സെക്കൻഡിന്റെ വേറൊരു ഇന്റർവെല്. ഓക്കെ, ഇതില് ഈക്വൽ ആയിട്ടുള്ള ഇന്റർവെൽ ആരൊക്കെയാണ്? ഇവർ രണ്ടുപേരാണ് ഈക്വൽ ആയിട്ടുള്ള ഇന്റർവെല്. അപ്പൊ ഇവരെ രണ്ടുപേരെ നമ്മൾ എന്താ പറയാ? ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 ഈക്വൽ ഇന്റർവെല് കിട്ടി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇന്റർവെല്, ഇത് രണ്ടാമത്തെ ഇന്റർവെല് 10 സെക്കൻഡിന് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 10 സെക്കൻഡിൽ ഫസ്റ്റത്തെ 10 സെക്കൻഡിൽ ഉണ്ടാവണ ഡിസ്റ്റൻസ് കവർ ചെയ്ത് എത്രയാണ്? ഫസ്റ്റത്തെ 10 സെക്കൻഡിൽ അയാള് ഒരു 10 മീറ്റർ കവർ ചെയ്തെന്ന് വിചാരിക്കുക. 10 സെക്കൻഡിൽ 10 മീറ്റർ കവർ ചെയ്തു. രണ്ടാമത്തെ സെക്കൻഡിൽ എന്താണ്? 10 മീറ്റർ കവർ ചെയ്യണം. ഈ 10 മീറ്റർ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? യൂണിഫോം സ്പീഡ് ആയിരിക്കും. ഇനി ഇവിടെ ഈ 10 സെക്കൻഡിന് പകരം ഒരു 11 ആയെങ്കിലോ അതെന്തായിരിക്കും? നോൺ യൂണിഫോം സ്പീഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താ? യൂണിഫോം സ്പീഡ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ചൂസ് ദ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫോർ ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ആക്സിലറേഷനും റിട്ടാർഡേഷനും എന്നുള്ള ഒരു എക്സാമ്പിൾ കണ്ടുപിടിക്കാനാണ് പറയണേ. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആക്സിലറേഷൻ ആണോ റിട്ടാർഡേഷൻ ആണോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അപ്പോ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ത്രൂ വാക്യൂം. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്? ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് എന്ത്? ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് വിചാരിക്കട്ടാ. അപ്പൊ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ത്രൂ വാക്യൂം, നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ വെലോസിറ്റിക്ക് എപ്പോഴെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡും ഒന്ന് നമുക്ക് കുറക്കാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ടോർച്ചുമോ? ഇല്ലല്ല, ടോർച്ചുമോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ല. അപ്പൊ നമുക്ക് വെലോസിറ്റി എന്ത് ചെയ്യാൻ പറ്റണില്ല? അവിടെ ചേഞ്ച് ആക്കാൻ പറ്റണില്ല. അപ്പൊ വെലോസിറ്റി ചേഞ്ച് ആവണില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എത്രയായിരിക്കും? 0. ഓക്കെ, അവിടുത്തെ ആക്സിലറേഷൻ എത്രയായിരിക്കും? 0. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷനിൽ ലൈറ്റ് വേഗത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യണം. പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ പോവുകയാണെന്ന് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ പരക്കുകയാണെന്ന് ഉദ്ദേശിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ വെലോസിറ്റിക്ക് എന്താവണില്ല? ചേഞ്ച് സംഭവിക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇനി അടുത്തത് എന്താ? ദ മോഷൻ ഓഫ് എ കോക്കനട്ട് ഫാളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് കോക്കനട്ട് ട്രീയുടെ ഹൈറ്റ്. ഓക്കെ,
ഇതാണ് കോക്കനട്ട് ട്രീ എന്ന് വിചാരിക്കുക. ഇതാണ് കോക്കനട്ട്. ഓക്കെ, എൻ്റെ വര കുറച്ച് ഷോക്കാണ് വന്നാലും ഞാൻ പറയാണ് ഇതാണ് കോക്കനട്ട്, ഇതാണ് ഗ്രൗണ്ട്. ഓക്കെ, ഈ കോക്കനട്ട് ഗ്രൗണ്ടിലോട്ട് വീഴണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ റെസ്റ്റിൽ നിൽക്കണ കോക്കനട്ട് എന്ത് ചെയ്യാണ്? അടിയിലോട്ട് വീഴണം. അപ്പോൾ റെസ്റ്റിൽ നിൽക്കണ സാധനം വെലോസിറ്റി കൂടാണ് ചെയ്യണത്. റെസ്റ്റിൽ നിൽക്കുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. അത് കഴിയുമ്പോൾ വെലോസിറ്റി കൂടാണ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ ആയിരിക്കും, ഡീസിലറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ ആക്സിലറേഷനും, വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആയിരിക്കും. ഇവിടെ എന്താ സംഭവിച്ചേ? 0 വെലോസിറ്റിയിൽ നിന്ന് നമ്മുടെ കോക്കനട്ട് എന്ത് ചെയ്യണ്? താഴത്തോട്ട് വീഴാണ്. ഓക്കെ, താഴത്തോട്ട് വീഴാണ്. അപ്പൊ വെലോസിറ്റി എന്താ സംഭവിച്ചേ? കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണേ? ആക്സിലറേഷൻ. ഓക്കെ, ഇവിടെ എന്താ? ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് എ ബോൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ഒരു ബോൾ എന്ത് ചെയ്യാണ്? ഗ്രൗണ്ടിൽ കൂടെ പോവാണ്. സ്വാഭാവികമായിട്ടും കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കുക? ഇതിന് എന്താ സംഭവിക്കുക? അതിന്റെ വെലോസിറ്റി കുറഞ്ഞ്, ഫ്രിക്ഷൻ ഒക്കെ കാരണം വെലോസിറ്റി കുറഞ്ഞ് കുറച്ചവിടെ എത്തുമ്പോൾ നിൽക്കൂലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണേ? ഡീസെലറേഷൻ. ഓക്കെ, ഡീസെലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. കേട്ടോ, ഞാൻ 6 കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ ഫിഗർ. ഓക്കെ, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ടല്ലോ ഇവിടെ. ആ ഫിഗർ നോക്കിയിട്ട് എന്തിന്റെ ഫിഗർ തന്നിക്കണേ? ഓഫ് ദ പാത്ത് ടേക്കൺ ബൈ എ പേഴ്സൺ ആസ് ഹി മൂവ്സ് ഫ്രം എ ടു സി. ഓക്കെ, നമുക്ക് ഈ തന്നിക്കണ ഫിഗർ എന്താ? ഒരു പാത്താണ്, ഒരാളുടെ പാത്താണ്. പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഴിയാണ് ഉദ്ദേശിക്കണേ. അയാൾ സഞ്ചരിച്ച വഴി. അയാൾ എയിൽ നിന്ന് സിയിലോട്ട് സഞ്ചരിച്ചു ത്രൂ ബി. എയിൽ നിന്ന് സിയിലോട്ട് ആൾ സഞ്ചരിച്ചു ബിയിലൂടെ. അയാൾക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഇങ്ങനെ ഡയറക്റ്റ് പോയാൽ മതിയായിരുന്നു. പക്ഷെ ആൾ എന്ത് ചെയ്ത്? എയിൽ നിന്ന് ബിയിലോട്ട് പോയിട്ടാണ് പിന്നെ സിയിലോട്ട് പോയത്. ഓക്കെ, അങ്ങനെ നമ്മുടെ അടുത്തൊരു കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് എന്ത്? ഫൈൻഡ് ഔട്ട് ദി സ്പീഡ്. അയാളുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ വെലോസിറ്റി, പിന്നെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് സിയിലോട്ട് എത്തുമ്പോൾ അയാളുടെ സ്പീഡ് എന്തായിരിക്കും? സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ എയിൽ നിന്ന് സിയിലോട്ട് എത്തുമ്പോൾ ആളുടെ ഡിസ്റ്റൻസ് എത്രയാണ്? എയിൽ നിന്ന് ബിയിലോട്ട് എത്താൻ ആൾക്ക് 20 മീറ്റർ എടുത്ത്. 20 മീറ്റർ എടുത്തില്ലേ? അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് ഓൾറെഡി എയിൽ നിന്ന് ബിയിൽ വരെ 20 ആയി. ഇനി ബിയിൽ നിന്ന് സിയിലോട്ട് എത്താൻ ആൾക്ക് 60 മീറ്റർ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പൊ എയിൽ നിന്ന് സിയിലോട്ട് എത്താൻ ആൾ എന്തോരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ഇത് എ പ്ലസ് ഇത്. അപ്പൊ 20 + 60 എത്രയാവും? 80 ട്ടാ. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 80 മീറ്റർ ആണ് ബൈ ടൈം. ഓക്കെ, ടൈം എത്രയാ? 6 + 4 സോറി 4 + 6 എത്രയാ? 10 ആണ്. ഓക്കെ, അപ്പൊ എത്ര വരും? സ്പീഡ് എത്ര വരും? 8 മീറ്റർ/സെക്കൻഡ് വരും. ഓക്കെ, സ്പീഡ് കിട്ടി. ഒന്നാമത്തെ ഉത്തരം കിട്ടി. ഇനി രണ്ടാമത്തത് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഇക്വേഷൻ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്ത്? വെലോസിറ്റി ട്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താ? എ ടു സി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. 2 പോയിന്റ് തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ അതെപ്പോഴും എങ്ങനെയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. അത് മാത്രം ആലോചിച്ചാൽ മതി ട്ടാ. ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാ? ഈ 70 മീറ്റർ അല്ലേ? ഇയാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇയാൾ ബീനെ ടച്ച് ചെയ്തൊക്കെ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഇതായിരുന്നില്ല ആൾക്ക് എളുപ്പം, അതായിരുന്നു. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം 70 ട്ടാ. ഓക്കെ, 70 മീറ്റർ ആണ്. ഇനി ഇവിടുത്തെ ടൈം എത്ര വരാ? ടൈം എത്ര വരെ ഒന്ന് ആലോചിച്ച്. ടൈമിന് ചേഞ്ച് വരില്ല കേട്ടോ. ടോട്ടൽ ടൈമിന് ഒരിക്കലും ചേഞ്ച് വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ടോട്ടൽ ടൈം തന്നെ നമ്മൾ എടുക്കുക. എത്രയാണ്? 10. അപ്പൊ ഇയാൾക്ക് ഉണ്ടാവുന്ന വെലോസിറ്റി എത്രയായിരുന്നു? 7 മീറ്റർ/സെക്കൻഡ്. യൂണിറ്റ് ചെയ്താൽ മാർക്ക് ചെയ്തിട്ടാ. യൂണിറ്റ് ചെയ്താൽ മറന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല? ഫുൾ മാർക്ക് കിട്ടില്ല. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2.5 മാർക്ക് കിട്ടിയാൽ കിട്ടി. അപ്പൊ യൂണിറ്റ് ചെയ്താൽ ഒരിക്കലും മറക്കരുത്. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഔട്ട് ഹിസ് ഡിസ്പ്ലേസ്മെന്റ് ഇഫ് ഹി റിട്ടേൺസ് ബാക്ക് ടു എ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എയിൽ നിന്ന് ബിയിലോട്ട് പോയി, ബിയിൽ നിന്ന് സിയിലോട്ട് പോയി, സിയിൽ നിന്ന് എയിലോട്ട് വന്നു.
അല്ലേ, റിട്ടേൺ ബാക്സ് ടു എയിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും ഒന്ന് ആലോചിച്ചേക്ക്. ഒരു സ്ഥലത്ത് നിന്നിട്ട് അതേ സ്ഥലത്തേക്ക് തിരിച്ചു വരണം. അപ്പൊ ആ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാ? 0. എത്രയാണ്? 0. ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ എന്താ അടുത്ത ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് മെഷർമെന്റ് ആണ് അല്ലേ, ഒരേ മെഷർമെന്റ് തന്നിട്ടുണ്ട്. യൂണിറ്റ് എഴുതണം, വെക്ടർ ആണോ സ്കെയിലാർ ആണോ എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ടൈം കാണിച്ചിട്ടുണ്ട്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ടൈം സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇതൊക്കെ നമുക്ക് കാണിച്ചത്. ഇനി അത് അനുസരിച്ച് നമ്മുടെ അടുത്ത് ബാക്കി ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എഴുതണം. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് ഏതാ നമുക്കറിയാലോ, മീറ്റർ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണോ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ്? വെക്ടർ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സ്പീഡിന്റെ യൂണിറ്റ് എന്താ? സ്പീഡിന്റെ യൂണിറ്റ് നമുക്കറിയാം അല്ലേ, നമ്മൾ ചെയ്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അടുത്തത് വെക്ടർ ആണോ സ്കെയിലാർ ആണോ സ്പീഡ്? സ്കെയിലാർ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് യൂണിറ്റ് മാത്രം ഇവിടെ തന്നിക്കണം. യൂണിറ്റ് മാത്രം തന്നിട്ട് വെക്ടർ ആണോ സ്കെയിലാറോ തന്നിട്ടില്ല. അതിന്റെ മെഷർമെന്റ് എന്താണെന്നല്ല, പക്ഷെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആർക്ക് മാത്രമേ ഉള്ളൂ? ആക്സിലറേഷൻ. ആർക്ക് മാത്രമേ ഉള്ളൂ? ആക്സിലറേഷൻ ട്ടോ. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ എന്താ? വെക്ടർ ആണോ സ്കെയിലാർ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എന്ത്? വെക്ടർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഓൺ എക്സാം ആണ് വരുന്നത്. മാക്സിമം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഓൺ എക്സാമിന് നന്നായിട്ട് എഴുതാം.